അപ്പം അവരുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഞാനിവിടെ ആഘോഷിക്കും. കാരണം ഇത്രയും കൊല്ലമായിട്ട് നമ്മുടെ കൂടെ വന്നതല്ലേ. ഇപ്പം ട്രിവാൻഡ്രത്തെ വീട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താ കാരണം? അവർ അച്ഛൻ്റെ കൂടെ ജീവിച്ച് അവർക്ക് വേറെ ലോകം അറിയില്ല. ഒരു പ്രായമായപ്പോഴല്ലേ അച്ഛൻ മരിക്കണ. അവരൊക്കെ ഞാൻ അവിടെ ശമ്പളം കൊടുത്ത് ഫുഡും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് കാരണം അച്ഛനെ നോക്കിയതിൻ്റെ ഒരു നന്ദിയുണ്ട് എൻ്റെ മനസ്സിൽ. അവർ പൊന്നുപോലെ എൻ്റെ അച്ഛനെ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും ഞാൻ ആരുടെ അടുത്തും ടി വിയിലും ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പക്ഷെ എന്നാൽ അത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ അതിലിടില്ല. ഞാൻ മറ്റേ കൊറോണ സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ്, മൊബൈല്, ഞാൻ കുറേ മൊബൈലൊക്കെ കൊടുത്തു. എനിക്ക് ചിരി വന്നത് വേറെ അദ്ദേഹം വന്നിട്ട് ഒരു മൊബൈൽ കൊടുത്തത് ഭയങ്കര വൈറലായി. അപ്പം എല്ലാവരും എൻ്റെ ചേച്ചി എത്ര, അപ്പം ഞാൻ പറഞ്ഞു ഒരാളുടെ ദാരിദ്ര്യം നമ്മൾ മുതലാക്കരുത്. പാവപ്പെട്ട കുട്ടികളല്ലേ വന്ന് ഇതാക്കണേ. ഞാൻ കൈ കൊണ്ട് തൂക്കിയിട്ട് എൻ്റെ കൂടെ ഒരു സ്റ്റാഫും കൂടിയിട്ട് ഓണ സമയത്ത് ഞാൻ കോളനികളിൽ കിറ്റ് കൊടുക്കാൻ പോകും. ഞാൻ തന്നെ പൈസ, എൻ്റെ കയ്യിൽ തന്നെ പൈസ. എല്ലാവരും അല്ല, ഞാൻ പൈസ, എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസയാണ്. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയും, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ മുഴുവൻ ഇത് അടി കൂടെ പാവങ്ങൾക്ക് എടുത്ത് കൊടുക്കും എന്ന് പറയും തമാശയ്ക്ക്. അതൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് തൃശ്ശൂരുകാരെ അതുകൊണ്ടായിരിക്കും ഈ എത്ര ചവിട്ടിയും കുത്തി ഞാൻ എന്നെ 900 വോട്ടിനെ തോൽപ്പിക്കാൻ പറ്റിയുള്ളൂ അവർക്ക്.